ആരോഗ്യമന്ത്രിക്ക് അവിടെ ഒരു സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യാനായിട്ടുള്ളൊരു കഴിവില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു സ്ഥാനത്ത് നിങ്ങൾ ഇരിക്കുന്നത്? നമുക്കറിയാം, പണ്ട് നമ്മുടെ ശൈലജ ടീച്ചർ ഉണ്ടായിരുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പുള്ളിക്കാരി നമ്മുടെ ഈ കേരളത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത്, അല്ലേ? ഈ കോവിഡ് വന്ന സമയത്തെല്ലാം പുള്ളിക്കാരിയുടെ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടതാണ്. പെട്ടെന്നൊരു ദിവസം പുള്ളിക്കാരിയെ പറയുന്ന ആരോഗ്യമന്ത്രി എന്ന് പറയുന്ന സ്ഥാനത്ത് നിന്ന് മാറ്റുകയും അവിടേക്ക് ഒരു പരിചയവും ഇല്ലാത്ത വീണ ജോർജ് എന്ന് പറയുന്ന ആളിനെ കയറ്റി പ്ലേസ് ചെയ്യുകയും ചെയ്തപ്പോൾ എന്ത് കാര്യമാണ് നമ്മുടെ സർക്കാർ നേടിയത്, അല്ലേ? അപ്പോൾ സർക്കാരിനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ വീണ ജോർജിന് അവിടേക്ക് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റിയത്, അല്ലെങ്കിൽ അവിടേക്ക് വന്നിട്ട് ഈ പറയുന്ന ആരോഗ്യമന്ത്രിയായിട്ട് കയറാൻ പറ്റിയത്. ഈ കപ്പൽ ആടി ഉലയുകയല്ല സാർ, ഇവിടെ ഒരു ക്യാപ്റ്റൻ ഉണ്ട് എന്ന് പറഞ്ഞ ഒരു കപ്പലും കപ്പിത്താനും ക്യാപ്റ്റനും ഒക്കെ ഇപ്പോൾ വെള്ളത്തിൽ വരച്ച വര പോലെയാണ്. ഒരു കാര്യങ്ങൾക്കും ഒരു ഗുണവും ഇല്ലാത്ത രീതിയിൽ. ഇനി ഇത് പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ പൊങ്കാലിടാൻ ഒരുപാട് ആളുകൾ വരും. എനിക്കൊരു കോപ്പുമില്ല, പറയാനുള്ളത് ഞാൻ ആരുടെയും മുഖത്ത് നോക്കി പറയും. അപ്പോൾ ഇതിൽ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെ പറ്റി ആ ഡോക്ടറിന് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് ആദ്യം നമുക്ക് കേട്ടു നോക്കാം. അതിനുശേഷം കോട്ടയത്ത് ഒരു സംഭവം കൂടി അരങ്ങേറിയിട്ടുണ്ട്, അല്ലെങ്കിൽ കോട്ടയത്ത് ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. എന്തെന്ന് വെച്ചാൽ കോട്ടയത്തെ മെഡിക്കൽ കോളേജിൽ ഒരു ശുചിമുറി തകർന്നു വീണ് അവിടെ